എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക്. ഇന്നൊരു ഇൻഫർമേറ്റീവ് വീഡിയോ ആണ്. നമുക്ക് എങ്ങനെ ഒരു റൂമിൻ്റെ സ്ക്വയർ ഫീറ്റ് അളക്കാം എന്നതിനെ പറ്റിയാണ്. കാരണം പലപ്പോഴായിട്ട് നമുക്കൊരു വീട്ടിൻ്റെ റൂമിനകത്ത് ഒരു കാർപ്പറ്റ് ഇടണം, അതല്ല എങ്കിൽ ഒരു ടൈൽസ് ഇടണം എന്നൊരു ആവശ്യം വരുമ്പോഴത്തേക്ക് നമ്മൾ ഒന്ന് ഈ അളവൊക്കെ പഠിച്ചു വെക്കുന്നത് വളരെ നല്ല കാര്യമാണ്. അപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് ഫീറ്റിൽ, അതായത് ഫീറ്റിലാണ് അളക്കുന്നത്. എന്നിട്ട് അതിനെ എങ്ങനെ സ്ക്വയർ ഫീറ്റ് ആക്കാം എന്നതിനെ പറ്റിയാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങൾ എൻ്റെ ഈ ചാനലോ അല്ലെങ്കിൽ പേജോ ആദ്യമായിട്ട് കാണുന്നത് തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിരിക്കുന്ന ചെറിയ ടേപ്പാണ്, കാരണം ഒരു 3 മീറ്ററേ ഉള്ളൂ. അപ്പോൾ ഈ റൂം ഏകദേശം 10 അടി ഏകദേശം വീതിയുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ അതിൻ്റെ അളവ് അടിക്കണക്കിൽ എടുക്കും. ഏകദേശം 9 അടി ഇതിനകത്ത് വിട്ട് വരുന്നുണ്ട്. ഇനി അടുത്ത് നമുക്ക് ലെങ്ത് എടുക്കാം. നമ്മൾ ലെങ്ത് ബേസിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വരെ ഏകദേശം 10 അടി വരുന്നുണ്ട്. 10 അടി മതിയാകത്തില്ല, കാരണം ഈ ഹാള് ഒരു ഇച്ചിരി വലുപ്പമുണ്ട്. ഓൾറെഡി നമുക്ക് 10 അടി ലെങ്ത് ബേസിൽ കിട്ടിയിട്ടുണ്ട്. ബാക്കിയും കൂടെ അളക്കാം, ഒരു 5.5 അടി. ടോട്ടല് ഈ ഹാളിന്റെ വിട്ടും 9 അടിയും ലെങ്ത് 15.5 അടിയുമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് 9 അടി വിട്ടും 15.5 അടി ലെങ്തും കിട്ടി. ഇപ്പൊ 9 ഗുണം 15.5 15.50 അടിക്കുക. അപ്പം ഏകദേശം 139.5, അതായത് 140 സ്ക്വയർ ഫീറ്റ് ആണ് ഈ റൂമിന്റെ ഫ്ലോറ് വരുന്നത്. റൂമല്ല, ഈ ഹാളിന്റെ ഫ്ലോർ വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മളൊരു റൂമിന്റെ അല്ലെങ്കിൽ ഒരു ഹാളിന്റെ സ്ക്വയർ ഫീറ്റ് എത്രയാണെന്ന് നോക്കുകയുണ്ടായി. ഇനി ഇതേ കണക്കുള്ള വീഡിയോസ്, അതായത് നമുക്ക് ഇനി വസ്തു അളക്കുന്നത് എങ്ങനെയാണ്, അതേ കണക്ക് തന്നെ വീടിൻ്റെ സെറ്റ് ബാക്കുകൾ എത്ര വേണം എന്നതിനെ പറ്റിയുള്ള ഒക്കെ വീഡിയോ ഈ ഫേസ്ബുക്കിൻ്റെ ഈ ഒരു പേജിലൂടെയും യൂട്യൂബ് ചാനലൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഫോളോവും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ.